അള്ളാഹുവിൻ്റെ ആജ്ഞ കിട്ടേണ്ട താമസം യൂഹാൻ ഒരാശാരിയെ വിളിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു പേടകം, ഒരു പെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിമനോഹരമായ പെട്ടി. അങ്ങനെ പെട്ടി ഉണ്ടാക്കിയതിന് ശേഷം പെട്ടി കണ്ട് യൂഹാൻ അതാ പൊട്ടി കരയുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട കുട്ടി ഇതിൽ ഒഴുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എങ്കിലും മാതാപിതാക്കൾക്കത് സഹിക്കില്ലല്ലോ. കുട്ടിയെ വേഗം മുസ്ലിം ചെയ്ത് ഭംഗിയിൽ വസ്ത്രം ചമയം ചെയ്ത് പെട്ടിയിലാക്കി അടക്കം ചെയ്ത് പൂമൊന്നിൽ ചുംബനം ഏറെയും നൽകുന്നേ പുഞ്ചിരിയാലെ മകനും കിടക്കുന്നേ റബ്ബിൽ തവക്കുലായി പെട്ടിയൊഴുക്കുന്നേ ഓളങ്ങൾ താരാട്ട് പാടിയകലുന്നേ. അങ്ങനെ സുന്ദരമായി നിർമ്മിച്ച പെട്ടിയിൽ തൻ്റെ പ്രിയപ്പെട്ട കുട്ടിയെ 100 മുത്തങ്ങൾ നൽകിക്കൊണ്ട് അതാ പെട്ടിയിൽ അടക്കം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആ പെട്ടിയതാ നൈൽ നദിയിലേക്ക് മന്ദം അതാ ഒഴുക്കാൻ വേണ്ടി മെല്ലെ കടൽക്കരയിലെത്തിയപ്പോൾ, നൈൽ നദിയിൻ്റെ കരയിലെത്തിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കവി പറയട്ടെ. അത് അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കിങ്ങനെ കേൾക്കാം.